ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടാലോ? ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ടേസ്റ്റി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണേ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട്. ഗീ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ട ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ കാഷ്യൂസും കിസ്മിസും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സമയത്ത് ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ, ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി. ഇനി ഇതും ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണേ. ഇനി നമുക്ക് ചിക്കൻ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസാണ് അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ വറുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്.